ഡാറ്റ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റും മറ്റു കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ് ഇരിക്കുന്ന അവസരത്തിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ F12 പ്രസ് ചെയ്തുകൊണ്ട് സേവ് ആസ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ ഇത് സേവ് ചെയ്തിട്ടില്ല. ഞാൻ സേവ് ചെയ്യാനായിട്ട് Ctrl+S പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ആസ് എന്ന് പറഞ്ഞ ഡയലോഗ് ബോക്സിൽ പേര് കൊടുക്കുക, അതുപോലെ തന്നെ ലൊക്കേഷൻ കൊടുക്കുക. അതിന് ശേഷം ടൂൾസിൽ പോയിക്കൊണ്ട് ജനറൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ ജനറൽ ഓപ്ഷൻസിൽ രണ്ട് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒന്ന്, പാസ്വേഡ് ടു ഓപ്പൺ, തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ. ഇനി രണ്ടാമത്തത് പാസ്വേഡ് ടു മോഡിഫൈ, തുറന്നാൽ തന്നെ മാറ്റങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് പാസ്വേഡ് ടു മോഡിഫൈ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പാസ്വേഡ് ടു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കാൻ പാസ്വേഡ് വേണം. മോഡിഫൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നതിനായിട്ട് നമ്മളിവിടെ പാസ്വേഡ് കൊടുക്കാം. ഞാനൊരു പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇവിടെ റീ എൻറ്റർ ചെയ്യാൻ പറയുന്നു. റീ എൻറ്റർ ചെയ്തു, ഓക്കെ കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്തു. നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. Ctrl+W ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇനി അതേ ഫയൽ തുറക്കുകയാണ്. ഫയലിൽ റീസെൻ്റ്ലി വേർഡ് ഹെഡിങ്. അപ്പോൾ നമ്മളോട് ഇവിടെ പാസ്വേഡ് ചോദിക്കും. ഇതിൽ പാസ്വേഡ് തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് തുറക്കാനായിട്ട് സാധിക്കുന്നില്ല. പാസ്വേഡ് ഹെഡിങ് പാസ്വേഡ് കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്തപ്പോൾ നമുക്കത് തുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആവശ്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും.